നമസ്കാരം. വോയിസ് ഓഫ് വിജീഷിലേക്ക് സ്വാഗതം. നമുക്ക് പോളണ്ട് നാഷണൽ എംപ്ലോയ്മെൻറ്റിൻ്റെ സബ്മിഷൻ ഇപ്പോൾ ഡയറക്റ്റ് നമ്മുടെ കോൺസുലേറ്റ് വഴിയായിരിക്കുകയാണ്. ഈ 26-ാം തീയതി മുതൽ കോൺസുലേറ്റ് വഴിയായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ ഇറക്കിയ വീഡിയോയിൽ 26-ാം തീയതി മുതൽ കോൺസുലേറ്റ് ലക്കിട്രോ ആകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ ഒത്തിരി പേര് അതിനിടയിൽ നെഗറ്റീവ് കമൻറ്റുമായിട്ട് വന്ന് അങ്ങനെ ന്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ കൃത്യമായ അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട്. കിട്ടിയ ഇത് വെച്ചിട്ടൊക്കെ തന്നെയാണ് സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ വീഡിയോ തയ്യാറാക്കുകയും ചെയ്തത്. പക്ഷെ ഒത്തിരി ആൾക്കാർ വന്ന് അതിൻ്റെ നെഗറ്റീവ് വന്ന് നിങ്ങൾക്ക് അങ്ങനെ ന്യൂസേ ഇല്ല എന്ന് പറഞ്ഞു വന്നു. ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന ഏജൻറ്റുമാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റാറ്റസ് വരെ ഇട്ടിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ തന്നെ 26-ാം തീയതി മുതൽ പോളണ്ട് നാഷണൽ എംപ്ലോയ്മെൻറ്റ് ലക്കി ഡ്രോ സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് നമ്മൾ എംബസിയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ 3 ഗ്രൂപ്പുകൾ യൂറോപ്യൻ വാർത്തകൾ പങ്കുവെക്കാമെന്ന് പറയുന്ന 3 ഗ്രൂപ്പിൽ ഏകദേശം 3000-ഓളം പേരുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്രാവശ്യം പ്രത്യേകിച്ച് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് സെൻറ്റർ നമുക്ക് ലക്കി ഡ്രോ വഴിയാണ് നമുക്ക് ഡേറ്റ് കിട്ടുന്നതെങ്കിലും സബ്മിഷൻ നടക്കുന്നത് VFS വഴിയാണ്. അപ്പോൾ ആ VFS സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുകൾ അതിൽ വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തപ്പിയാൽ അറിയാം. എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ അറിയാം. അതിനകത്ത് എന്താണ് സിസ്റ്റം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു സിസ്റ്റം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അത് പലർക്കും പല സംശയമുണ്ട്. ആ സംശയങ്ങളിൽ അറിയാവുന്ന കാര്യങ്ങൾക്ക് ചില മറുപടികൾ തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് അതിന് മെയിനായിട്ട് പറയാനുള്ള വിഷയം എന്ന് പറയുന്നത് നിലവിൽ വർക്ക് പെർമിറ്റ് വെച്ചിട്ടുള്ള നാഷണൽ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറി മാത്രമാണ് ഈ ലക്കി ഡ്രോ സിസ്റ്റത്തിലേക്ക് പോയിരിക്കുന്നത്. ബാക്കി നാഷണൽ വിസയിലുള്ള നാഷണൽ സ്റ്റഡീസ്, നാഷണൽ അതേഴ്സ് എല്ലാം VFS സെൻറ്ററിൽ കൂടെ നേരത്തെ അതേ സിസ്റ്റത്തിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ ഷെങ്കൺ അതേഴ്സ്, ഷെങ്കൺ കാറ്റഗറീസ് ഒക്കെ VFS ത്രൂ തന്നെയാണ് വരുന്നത്. നാഷണൽ എംപ്ലോയ്മെൻറ്റ് മാത്രമാണ് ലക്കി ഡ്രോ സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 1-നാണ് ഫസ്റ്റ് നറുക്കെടുപ്പ് വരിക. ഈ ഫസ്റ്റ് നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 15 വരെയുള്ള 10 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അവർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഈ 10 വർക്കിംഗ് ഡേയ്സ് ഏതൊക്കെ സമയം മുതലാണെന്നുള്ളത്. 9 മണി മുതൽ 9:10 വരെയാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്. നമുക്ക് സ്ലോട്ട് കിട്ടിയാൽ നമുക്കത് നമ്മുടെ ഫയലുകൾ സമർപ്പിക്കാനുള്ള സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്ററിലേക്കുള്ള ഒരു മെത്തേഡായിരിക്കും അത്. അപ്പം 10 ദിവസത്തിൽ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള സമയം 10 മിനിറ്റ് ആയിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നതെങ്കിൽ ഒരു സെൻറ്ററിൽ ഈ 15 ദിവസം കൊണ്ട് 10 സ്ലോട്ടേ 10 പേർക്ക് മാത്രമേ സബ്മിഷൻ നടക്കുകയുള്ളൂ. അതേ സമയത്ത് 5 മിനിറ്റാണ് ഒരു സബ്മിഷൻ്റെ ടൈം കാണിക്കുന്നതെങ്കിൽ 2 സബ്മിഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സെൻറ്ററിൽ 10 ദിവസം കൊണ്ട് 20 സബ്മിഷൻ നടക്കും. 20 സബ്മിഷൻ നടന്നാൽ 5 സെൻറ്ററിലൂടെ 100 സബ്മിഷനാണ് 15 ദിവസത്തേക്ക് നാഷണൽ എംപ്ലോയ്മെൻറ്റ് നടക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് 10 മിനിറ്റാണ് ഒരു അപ്പോയിൻമെൻറ്റിന് ടൈം കൊടുക്കുന്നതെങ്കിൽ ഒരു സെൻറ്ററിന് 10 സ്ലോട്ടേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 15 ദിവസത്തേക്ക് 50 സ്ലോട്ട് മാത്രമേ റിലീസ് ആവുകയുള്ളൂ. നിലവിൽ VFSൽ തൊട്ട് മുമ്പ് നടന്നിരുന്നത് അതേ സിസ്റ്റത്തിലേക്ക് തന്നെയാണ് ഉള്ളത്. പക്ഷേ ചിലരിവിടെ പറയുന്നുണ്ട് 2500 സ്ലോട്ട് റിലീസാവും, 120 സ്ലോട്ട് പെർ ഡേ റിലീസ് ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവർ അതിലെ ആ മെസ്സേജുകൾ വായിച്ച് മനസ്സിലാക്കിയതിൽ അവർക്ക് പറ്റിയ തെറ്റായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് പലരും രജിസ്ട്രേഷൻ ചെയ്തു. ഫസ്റ്റ് മെയിൽ വന്നു, സെക്കൻഡ് മെയിൽ വന്നു, തേർഡ് മെയിൽ വരുന്നില്ല. ചിലർക്ക് സെക്കൻഡ് മെയിൽ വന്നില്ല, തേർഡ് മെയിൽ വന്നു, അവർക്ക് പെട്ടെന്ന് അവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പണ്ട് ചെയ്തതിനേക്കാൾ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് PDF ഡൗൺലോഡ് ആകുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പർ വെച്ച് ലോക്ക് ചെയ്യുന്നൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. പിന്നെ അപേക്ഷാ ഫോമിൻ്റെ അടിയിൽ അവരുടെ കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒത്തിരി ആൾക്കാർക്ക് സംശയമുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും പല പ്രാവശ്യം പറഞ്ഞ് വീണ്ടും ആൾക്കാർ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ഗ്രൂപ്പിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒത്തിരി ആഗ്രഹങ്ങൾക്കും ഒക്കെ ഒരു മറുപടി ആകും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ ഫസ്റ്റിൽ നമ്മൾ ഫില്ലിൻ ഫോമിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ പഴയ വീഡിയോ ആയിട്ട് താഴെ കിടക്കണം. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്ത് സംശയങ്ങൾ ചോദിക്കേണ്ടത്. പലരും ഗ്രൂപ്പിൽ വന്ന് ഇതിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ കാണാം ഗ്രൂപ്പിലേക്ക് റിക്വസ്റ്റ് അയച്ചു ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല. പക്ഷേ നമ്മൾ കൃത്യമായിട്ടൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രൊഫൈൽ പിക്ചറും നിങ്ങളുടെ പേരും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് എവരിവൺ ആയിരിക്കണം, എല്ലാവർക്കും കാണണം.
നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ പറയുന്നുണ്ടാകാം കാണാൻ കഴിയുന്നുണ്ടാകും. പക്ഷേ അത് എല്ലാവർക്കും കാണണമെങ്കിൽ അത് എവരി വൺ ആക്കി മാറ്റണം. എവരി വൺ ആക്കി മാറ്റിയിട്ട് വരുന്ന റിക്വസ്റ്റുകൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. കാരണം ഒത്തിരിയേറെ ഏജൻസിയുടെ ആൾക്കാർ അവർ പറഞ്ഞിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഒത്തിരിയേറെ ഏജൻസികളിൽ കൂടെ പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഗ്രൂപ്പുകളിലുള്ളത്. അല്ലാണ്ട് വേറൊരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരല്ല. എനിക്ക് തോന്നുന്ന ഒരു 10-250 ഏജൻസി വഴിയെങ്കിലും പോകാനുള്ള ആൾക്കാർ, വ്യത്യസ്തമായ ഏജൻസികൾ വഴി പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ അവരവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. ചിലർ അവരുടെ ഏജൻസികളെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലർക്ക് അവർക്കുണ്ടായ മോശം അനുഭവങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ പലരും നമ്മുടെ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഗ്രൂപ്പിനെ പരാമർശിച്ചൊക്കെ ഈയിടെ അടുത്ത കാലങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നത് ഈ പറഞ്ഞ് നമ്മളെ പരാമർശിക്കുന്ന ഏജൻസിക്കാരാണെങ്കിൽ പോലും അവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റാത്ത അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ കിട്ടുന്നതുകൊണ്ടാണ് അവരവിടെ ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവർ പലരും ഉള്ള സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്. നമ്മളെ പലരും ശത്രുതാ മനോഭാവത്തോടെ കാണും, ശത്രുവായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലിപ്പം നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ പോകുന്നു. ഗ്രൂപ്പിൽ ഒത്തിരിയേറെ ആൾക്കാരുണ്ട്, പേപ്പർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്, പല ഏജൻസിയുടെ ആൾക്കാരുണ്ട്. അവർക്ക് ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശലക്ഷ്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവർക്കറിയാവുന്ന കാര്യങ്ങളോടെ പങ്കുവയ്ക്കാറുണ്ട്. നമ്മൾ ഒരു ഏജൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഏജൻസിനെ താറടിച്ച് കാണിക്കാനും വേണ്ടിയിട്ടും അല്ല നമ്മുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരിക്കുന്നത്. അവർക്ക് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവരവിടെ പറയും. നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ ഏജൻസിയെ പറ്റി നല്ല അഭിപ്രായം വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുക. അവർ ചോദിക്കുന്ന കാര്യം കൃത്യമായ മറുപടി കൊടുക്കുക, അവർക്ക് കൃത്യമായ സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് നല്ല കാര്യങ്ങൾ പറയും. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഏജൻസിയും പരസ്യം അവിടെ അനുവദിക്കുന്നതല്ല എന്ന്. പിന്നെ ചിലർ ചോദിക്കും ഈ ഏജൻസി എങ്ങനെയുണ്ട്, ഈ ഏജൻസി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി നിങ്ങളെപ്പറ്റി മോശമായ അനുഭവം കിട്ടിയിട്ടുള്ളവരാണ്, അവർ മോശം അനുഭവം പറയും. അതിന് നമുക്ക് ആരുടെയും മൂടി വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റി ഓരോ ഏജൻസിയെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഡീലിങ്സ് ഓരോ ക്ലയൻറ്റുമായിട്ട് നല്ല രീതിയിലാകുക. പിന്നെ നിലവിൽ 2 ലക്ഷം 3 ലക്ഷമൊക്കെ മേടിച്ച് കൊണ്ടുപോകുന്നവർ ചിലർ 6, 7, 8 ലക്ഷമൊക്കെ മേടിക്കുന്നവരുണ്ട്. അവരെ പോലെയുള്ളവർക്ക് ചിലപ്പോൾ പൊള്ളാം. പിന്നെ ദുബായ് ബേസ്ഡ് ചെയ്തിട്ട് ഒത്തിരി കമ്പനികളിലെ ആൾക്കാർ വർക്ക് പെർമിറ്റ് മാത്രം മേടിച്ചിട്ട് 2-2.5 ലക്ഷം കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ബാക്കി വർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അവരെ പോലെയുള്ളവർക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പ് ഒത്തിരി അനുഗ്രഹമാകാറുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ കൂടിയാണ് അവർക്ക് ഇനി ബാക്കി എന്തൊക്കെയാണ് പ്രൊസീജിയർ ചെയ്യേണ്ടത്, പേപ്പർ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പേപ്പറാണ് ചെയ്യേണ്ടത്, ഇതിനുള്ള ഹെൽപ്പൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം കേവലം നിസ്സാര പൈസയ്ക്ക് കിട്ടുന്ന വർക്ക് പെർമിറ്റ് വിട്ട് 2, 2.5, 3 ലക്ഷം മേടിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നമ്മളൊരു തലവേദനയാകും. അപ്പോൾ അവരൊക്കെ എതിരെ രംഗത്ത് വരും. ഇന്നിപ്പോൾ പേര് പറയാണ്ട് രംഗത്ത് വന്നാലും നാളെ പേര് പറഞ്ഞ് തന്നെ അവർ രംഗത്ത് വരും. ഇനി നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു വിഷയം എന്ന് പറഞ്ഞതാണ്, പലർക്കും മെയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ചിലർക്ക് പെട്ടെന്ന് മെയിൽ വന്നു. ഇപ്പം നമ്മുടെ 3 ഗ്രൂപ്പിൽ നിന്ന് നടത്തിയ ഒരു സർവേയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത്, ഇതിനു മുമ്പ് ലക്കി ഡ്രോ സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ, അതായത് ഇപ്പോൾ തൊട്ട് VFS വരുന്നതിന് ജനുവരിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ലക്കി ഡ്രോ സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ ഫയലുകളാണ് പെട്ടെന്ന് അവർക്ക് മറുപടി കിട്ടുന്നുണ്ട്. അവർക്ക് സാധാരണ സെക്കൻഡ് മെയിൽ പോലും ചിലർക്ക് വരാറില്ല. ചിലർക്ക് ആ ഫസ്റ്റ് മെയിൽ വന്നു, അത് കഴിഞ്ഞാൽ നേരെ തേർഡ് മെയിൽ വരുന്നു, ഫില്ല് ചെയ്യുന്നു, അന്നേരം തന്നെ അവർക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അവരുടെ ഡാറ്റ അവിടെ ഉള്ളതാണ്. ഓൾറെഡി എംബസിയുടെ പക്കൽ അവരുടെ ഡാറ്റ ഉണ്ട്. അതേ ഫയലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അതായത് പാസ്പോർട്ട് നമ്പർ മാറുന്നില്ല, വർക്ക് പെർമിറ്റ് നമ്പർ മാറുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അത് നേരത്തെ വെരിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് കിട്ടുന്നത്. എൻ്റെ അനുമാനമാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ അങ്ങനെ ആകണമെന്നല്ല, പക്ഷെ നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ ഇപ്പോൾ മനസ്സിലായി വെച്ചിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ ചേഞ്ച് ചെയ്ത് പോയവരുണ്ടാകാം, വർക്ക് പെർമിറ്റ് നമ്പർ ചേഞ്ച് ചെയ്ത് പോയവർ, അവർക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നില്ല. അതേപോലെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർ, അവർക്കും ഫസ്റ്റ് മെയിൽ വന്നു, സെക്കൻഡ് മെയിൽ വന്നു, തേർഡ് മെയിൽ വരുന്നില്ല. അപ്പോൾ അത് പലയിടത്തും പറയുന്നത് 48 മണിക്കൂർ കഴിഞ്ഞ് എന്താവും, 48 മണിക്കൂർ. പക്ഷേ എംബസി ഒരിടത്തും അതിന് 48 മണിക്കൂർ പറഞ്ഞിട്ടില്ല. 3ാമത്തെ മെയിൽ വരുന്നതിലാണ് നമ്മുടെ വിസ ആപ്ലിക്കേഷനോ ഫില്ല് ചെയ്യാൻ 48 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലക്കിട്ടോടെ ടൈമിംഗ് വെച്ചിരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ആൾക്കാർ ഒരു 48 മണിക്കൂർ കഴിഞ്ഞു എന്താവും എന്നുള്ള ആകുലത നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അന്നേരം തന്നെ ആദ്യത്തെ മെയിൽ വരും. ആദ്യത്തെ മെയിലിൽ പറയുന്ന കാര്യം ഇതാണ്: ഡിയർ ആപ്ലിക്കൻ, ഫോർ ഫർദർ പ്രോസസ്സിംഗ് പ്ലീസ് ക്ലിക്ക് ദി ലിങ്ക് ബിലോ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ റിട്ടേൺ ടു ദി ആപ്ലിക്കേഷൻ, നമ്മുടെ ആ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ എക്സിറ്റ് അടിച്ചിറങ്ങുക. അപ്പോൾ അതിനുശേഷം ഇത് എല്ലാവർക്കും തന്നെ വരുന്നൊരു മെയിലാണ്. ഇത് കഴിഞ്ഞ് 2ാമത്തെ മെയിൽ വരും. ഈ 2ാമത്തെ മെയിൽ നിലവിൽ പണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് പലർക്കും 2ാമത്തെ മെയിൽ വരാറില്ല. അവർക്ക് തേർഡ് മെയിലാണ് വരിക. പക്ഷെ കോമൺ ആയിട്ട് 2ാമത് എന്താണ് മെയിൽ വരിക? 2ാമത് വരുന്ന മെയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്: ഡിയർ ആപ്ലിക്കൻ,
യുവർ പ്രിലിമിനറി വിസ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ കൺഫേംഡ്. ദി ഡോക്യുമെന്റ് entitling you to work is being verified. After positive verification of the document, a link will be sent to fill in the full visa application. അത് നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇത് വെരിഫൈ കഴിഞ്ഞതിന് ശേഷം അവർ ഇട്ട് തരും. ആ വെരിഫിക്കേഷൻ ഓക്കെ ആണെങ്കിൽ ഇട്ട് തരും. ഇതിനൊരു ടൈം പീരീഡ് ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. ഇതാണ് പലരും 48 മണിക്കൂർ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരിക്കും. ഇതിനൊരു ടൈം പീരീഡ് ഇവർ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അവരത് വെരിഫൈ ചെയ്ത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് മൂന്നാമത്തെ മെയിൽ വരും. ഇത് പുതുതായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് ആർക്കും തന്നെ വന്നതായിട്ട് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് തേർഡ് മെയിൽ വരിക. അതായത് നിലവിൽ ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തിരുന്ന രജിസ്റ്റർ ചെയ്തിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് സെക്കൻഡ് മെയിൽ വരാണ്ട് തന്നെ ചിലപ്പോൾ തേർഡ് മെയിലാണ് വരിക. അപ്പോൾ ഈ തേർഡ് മെയിൽ വരുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് തന്നെ വേണം നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് വേണം അടുത്ത സ്റ്റെപ്പ് കയറി പോയിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. അങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിന് ലാസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് നമ്പർ വെച്ച് എന്താ പറയുക ആ PDF പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് വരിക. അതല്ലാണ്ട് നിലവിൽ കിടക്കുന്ന പഴയ വിസ ആപ്ലിക്കേഷൻ ഫോമിൽ കിടക്കുന്ന ഫോം എടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് ദയവ് ഇത് പോകരുത്. മൂന്നാമത്തെ മെയിൽ ഇതാണ്. ദി ഡാറ്റ ഇൻക്ലൂഡഡ് ഇൻ ദി പ്രിലിമിനറി വിസ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ പോസിറ്റീവ്ലി വെരിഫൈഡ്. പ്ലീസ് കംപ്ലീറ്റ് ദി ഫുൾ വിസ ആപ്ലിക്കേഷൻ വിത്തിൻ 48 hours. അവർ ഡാറ്റ പരിശോധിച്ച് അത് പോസിറ്റീവായിട്ട് വെരിഫൈഡ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ തൊട്ടടുത്ത് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നമുക്ക് അവർ തരുന്ന അനുവാദമാണ്. ഇതാണ് മൂന്നാമത്തെ മെയിൽ. ഇതിന് താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. രണ്ടാം വന്നു, മൂന്നാമത്തെ 48 മണിക്കൂർ കഴിഞ്ഞ് വന്നില്ല. ഈ 48 മണിക്കൂർ എന്ന് പറയുന്നത് രണ്ടാമത്തെ മെയിൽ ഒരിടത്തും പറയുന്നില്ല. മൂന്നാമത്തെ മെയിലിലാണ് ഈ 48 മണിക്കൂറിൻ്റെ കാര്യം പറയുന്നത്. അതായത് വിസ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് തന്നാൽ വിത്തിൻ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. ഇതിനുശേഷം ചിലർക്ക് നാലാമതൊരു മെയിൽ വരാറുണ്ട്. ഇവരിത് ചിലപ്പോൾ കാണാണ്ടാവും, ചിലപ്പോൾ ഇത് സ്പാമിൽ തന്നെ വന്ന് കിടക്കും, ചിലപ്പോൾ ആ മെയിൽ ബോക്സിനകത്ത് തന്നെ വളരെ ചെക്ക് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ചിലർക്ക് കണ്ടു കിട്ടാറുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പാമിനകത്തും നിങ്ങളുടെ മെയിൽ എംബസിയിൽ നിന്നുള്ള മെയിൽ വന്ന് കിടപ്പുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മൂന്നാമത്തെ മെയിൽ വന്നതിന് ശേഷം ചിലർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് റിമൈൻഡറായിട്ട് നാലാമതൊരു മെയിൽ വരും. 24 മണിക്കൂറൂടെ കഴിഞ്ഞാൽ, അത് 24 മണിക്കൂർ കഴിയുമ്പോഴാണ് മെയിൽ വരിക. 24 മണിക്കൂറൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ഫോം റിജക്ഷൻ ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ അത് കഴിഞ്ഞ് കാണുകയാണ്, അന്നേരം തന്നെ നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിലുകൾ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽ, അതിൻ്റെ മെയിൽ ID കാര്യങ്ങൾ, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പേര്, മെയിൽ ID, കോൺടാക്ട് പേഴ്സണ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം സെപ്പറേറ്റ് ആദ്യം ഒന്ന് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുമോ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായി വെച്ചതിന് ശേഷം വേണം നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പോകാൻ. വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിന് നിശ്ചിത സമയമുണ്ട്. ആ സമയം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്തിട്ട് സേവ് ചെയ്യാനുള്ള പ്രിന്റിൻ്റെ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എറർ കാണിക്കും. അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട, റിട്ടേൺ വന്നിട്ട് വീണ്ടും ഒന്നുകൂടി ചെയ്യണമെന്നേ ഉള്ളൂ. ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിനിടയ്ക്ക് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാണ്ട് കറക്റ്റ് ചെയ്യാം. പക്ഷേ ഈ ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എറർ കാണിക്കും. അങ്ങനെയാണെങ്കിൽ വീണ്ടും തിരിച്ച് വന്നിട്ട് വീണ്ടും ചെയ്യുക. വീണ്ടും ചെയ്തിട്ട് നിങ്ങളത് പ്രിന്റ് കൊടുക്കുക. പ്രിന്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ആവും. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്റ്റഡ് കോഡ്, നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റഡ് കോഡ് വെച്ചിട്ട് ആ സാധനം പ്രിന്റ് കിട്ടും. ഇതോടെ നിങ്ങളുടെ വർക്ക് തീരുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്കി ഡ്രോയിൽ വരും. ലക്കി ഡ്രോയിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ നറുക്കെടുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മെയിൽ വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ അവസ്ഥയാണ് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ ഈ ലക്കി ഡ്രോയിൽ കിട്ടിയില്ല, അടുത്ത ഡ്രോയിൽ പരിഗണിക്കുന്നു പറഞ്ഞ് മെസ്സേജ് വരും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഈ ഒരു സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പകുതി പ്രശ്നങ്ങൾ തീരും. പിന്നെ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ മെയിനായ ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറയുകയാണ്. പലരും ഇപ്പം 7ാം മാസത്തിൽ പോകുന്ന ഡേറ്റ് കിട്ടുന്നുണ്ട്. ലക്കി ഡ്രോ ഓപ്പൺ വരുന്നത് 7ാം മാസമാണെങ്കിൽ പോലും ഇതിന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8ാം മാസമാണ്. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഡേറ്റ് ആണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 15-ാം തീയതിക്ക് ശേഷമുള്ള ഒരു ഡേറ്റ് ആയിരിക്കണം നിങ്ങൾ പോളണ്ട് ചെല്ലുന്ന ഡേറ്റ് ആയിട്ട് കാണിക്കണം. അപ്പോൾ ഒരു 30-ാം തീയതിയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ഡേറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ അതാണ് പോളണ്ട് ചെല്ലുന്ന ഡേറ്റ്. പോളണ്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ഡേറ്റ് ഉണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെർമിറ്റിന് 1 ഇയറിന്, പെർമിറ്റിനും പാസ്പോർട്ടിനും 1 ഇയറിന് മുകളിൽ വാലിഡിറ്റി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 365 ദിവസത്തെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
ഉദാഹരണത്തിന് നിങ്ങൾ 30/8/2024 പോളണ്ടിൽ ചെല്ലുന്നതെങ്കിൽ തിരിച്ചു വരുന്ന ഡേറ്റ് നിങ്ങൾ കാണിക്കേണ്ടത് 29/8/2025 അപ്പോൾ 365 ദിവസം കിട്ടും. ഞാൻ ഇത് പറഞ്ഞെന്ന് കരുതിയിട്ട് എല്ലാവരും ഇത് തന്നെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ വർക്ക് പെർമിറ്റിന്റെ വാലിഡിറ്റി എന്നാണ് തീരുന്നത് നോക്കുക, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കാലാവധി നോക്കുക. നിങ്ങളുടെ വർക്ക് പെർമിറ്റിന്റെ കാലാവധി 1 ഇയറിൽ താഴെയുള്ളവരായിരിക്കാം കുറേ പേര്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 6 മാസമേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റിന്റെ തീരുന്ന ഡേറ്റ് എന്നാണോ അതാണ് കൊടുക്കേണ്ടത്. അതായത് പോകുന്ന ഡേറ്റ് ഈ പറഞ്ഞ പോലെ 25-ാം തീയതി 30-ാം തീയതി 8-ാം മാസം അതുപോലെ 8-ാം മാസം 9 മാസങ്ങൾ ഏതാണോ കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം 1 വർഷത്തിൽ താഴെയാണ് നിങ്ങളുടെ വർക്ക് പെർമിറ്റിന്റെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഡേറ്റ് വേണം തിരിച്ചു വരുന്ന ഡേറ്റ് ആയിട്ട് കൊടുക്കാൻ. എന്നിട്ട് ആ ദിവസങ്ങൾ എത്രയുണ്ടെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് വേണം വിസ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കാൻ. നേരെ മറിച്ച് 1 വർഷത്തിന് മുകളിൽ പെർമിറ്റ് ഉള്ളവർക്കാണ് അവർക്ക് 360 ദിവസം കൊടുക്കാം. കൊടുത്തിട്ട് അതുപോലെ മൾട്ടിപ്പിൾ എൻട്രി കൊടുത്ത് തന്നെ നമ്മൾ ഫോം ഫില്ല് ചെയ്യാനും പറ്റും. ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ച് വായിച്ച് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ 1ാമത്തെ ഗ്രൂപ്പിൽ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ ഉണ്ടായിരുന്നു, പേരില്ലാത്ത കുറേ ആൾക്കാർ റിമൂവ് ചെയ്തിട്ട് അവിടെ കുറച്ച് വേക്കൻസി വന്നിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഗ്രൂപ്പിന് അടിയിട്ടേക്കാം. നേരത്തെ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ സഹകരണങ്ങൾക്ക് നന്ദി. അപ്പോൾ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾ ഓരോരുത്തരുടെയും ഗ്രൂപ്പാണ്. അത് ചിലർക്ക് തലവേദനയാകുന്നുണ്ടാകാം, അതിന് നമ്മൾ ഉത്തരവാദിയല്ല. നേരെ പോ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. നമ്മൾ ഒരു ഏജൻസി ഇകഴ്ത്താനോ ഒരു ഏജൻസിയും പുകഴ്ത്താനോ അല്ല. നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റുകൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാകും. നിങ്ങളുടെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ആ മോശം സമൂഹത്തിൽ പ്രതിഫലിക്കും. നിങ്ങൾക്ക് എത്ര ആയാലും ആൾക്കാരുടെ എല്ലാം വായി മൂടിക്കെട്ടാൻ പറ്റില്ല. ഭീഷണിയും ഉണ്ടായിസൊക്കെ ചിലപ്പോൾ ഒരു പരിധിയിൽ കാണിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത് എല്ലാ കാലത്തേക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല, അത് പുറത്തേക്ക് ലീക്കാകുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് ഗ്രൂപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ എനിക്കെതിരെ ചെറുത്താൻ കുരിശ് കാണുന്ന പോലെ കണ്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നന്ദി, നമസ്കാരം.